സ്വർഗം എന്ന് പറയുന്ന രണ്ടാം സ്വർഗം എന്ന് പറയുന്നത് വിശ്രമത്തിന്റെയോ സന്തോഷത്തിന്റെയോ പ്രതിഫലത്തിന്റെയോ സ്ഥലമല്ല. അത് ദൂതന്മാരും ഭൂതങ്ങളും തമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. ഈ ദൂതന്മാരും ദൈവദൂതന്മാരും പിശാചിന്റെ ഭൂതങ്ങളും ഒക്കെ ദൂതന്മാരും ആർക്ക് വേണ്ടിയാണ് ഈ യുദ്ധം ചെയ്യുന്നതെന്ന് അറിയാമോ? എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. ഒരു കൂട്ടർ പറയുന്നു ഇവനെ ഞാൻ എന്റെ വശത്താക്കും, വേറൊരു കൂട്ടർ പറയുന്നു ഇവനെ ഞാൻ എന്റെ വശത്താക്കും. രണ്ടാം സ്വർഗം എവിടെയാണ്? ഭൗമിക അന്തരീക്ഷത്തിനും ദൈവത്തിന്റെ സ്വർഗീയ സിംഹാസനത്തിനും ഇടയിലാണ്. ഓക്കെ, രണ്ടാം സ്വർഗം എന്ന് പറയുന്നത് എല്ലാവരും മനസ്സിലേക്ക് കടന്നു വന്നാട്ട് ഭൗമിക അന്തരീക്ഷത്തിനും ദൈവത്തിന്റെ സ്വർഗീയ സിംഹാസനത്തിന്റെയും ഇടയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? രണ്ടാം സ്വർഗം സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം സ്വർഗത്തിൽ അനുഗ്രഹവും ശാപവും ന്യായവിധിയും വെളിപ്പെടുത്തുന്നുവെങ്കിൽ രണ്ടാം സ്വർഗത്തിൽ അനുഗ്രഹവും ശാപവും ന്യായവിധി വെളിപ്പെടുത്തുന്നതായിട്ടൊരു ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ആഴ്ച വരാത്തവർക്കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ. ഒന്നാം സ്വർഗത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്കറിയാം, ഭൂമിയിൽ 7 വർഷത്തോളം മഴ പെയ്യാതിരുന്ന ഒരു സന്ദർഭമുണ്ട്. പിന്നീട് 7 വർഷം മഴ പെയ്തതായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഭൂമിയിലേക്ക് നാം ഒക്കെ ജീവിക്കാൻ ഇടയാക്കണമെങ്കിൽ, സന്തോഷവും സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ നന്മകൾ നൽകിയാൽ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് മഴ എന്ന ദൈവത്തിന്റെ അനുഗ്രഹം വരുന്നത് ഒന്നാം സ്വർഗത്തിൽ നിന്നാണെന്നുള്ള ചിത്രം ഇവിടെ വ്യക്തമാക്കി. അതേ ഒന്നാം സ്വർഗത്തിൽ നിന്ന് മഴ അടച്ചു കളഞ്ഞതായിട്ട് തിരുവെടുത്ത് വ്യക്തമാക്കുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ജലപ്രളയം നോഹയുടെ കാലത്ത് വന്നിരിക്കുന്ന ആ ചിത്രം, ആ ന്യായവിധി എവിടെ നിന്നാണ് വന്നത്? ഒന്നാം സ്വർഗത്തിൽ നിന്നാണ്. അപ്പൊ ഒന്നാം സ്വർഗത്തിന്റെ സകല കൺട്രോളും അല്ലെങ്കിൽ സകല നിയന്ത്രണവും ആരുടെ പക്കലാണ്? ദൈവത്തിന്റെ പക്കലാണ്. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. 12 മുതൽ 13 വരെ സ്വർഗീയ മണ്ഡലത്തിലെ പ്രതിരോധത്തെ കുറിച്ച് വ്യക്തമാക്കുന്നു. എന്താണ് അവിടെ വ്യക്തമാക്കുന്നത്? ദാനിയേലിന്റെ നിരന്തരമായ പ്രാർത്ഥന. വാസ്തവത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമുണ്ടാകണം. എന്നാൽ ആ ഫലം ചില ആത്മീയ എതിർപ്പ് മൂലം തനിക്ക് ആ ഫലം അനുഭവിപ്പാൻ കഴിഞ്ഞില്ല. ദൈവം മറുപടി കൊടുത്തു, പക്ഷേ ദാനിയേലിന്റെ പ്രാർത്ഥന വളരെ വൈകി. ദാനിയേലിന് ലഭിക്കേണ്ടുന്ന ദിവ്യ സന്ദേശം ലഭിക്കാൻ കഴിയാതെ ആകാശ മണ്ഡലത്തിലെ പ്രഭു അത് തടഞ്ഞു വെച്ചു എന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പേർഷ്യൻ രാജ്യത്തിലെ പ്രഭു 21 ദിവസം ദൈവത്തിന്റെ സന്ദേശം ഭൂമിയിൽ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ലഭിക്കേണ്ടുന്ന സന്ദേശം തടഞ്ഞു വെച്ചു എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രധാന ദൂതന്മാരിൽ ഒരുവനായ, പ്രഭുക്കന്മാരിൽ ഒരുവനായ മീഖായേൽ ഇവിടെ സഹായിക്കാൻ കടന്നു വന്നിരിക്കുന്നു. ദാനിയേൽ 10:13 വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മാനുഷിക ഭരണാധികാരിയെ കുറിച്ചല്ല, മറിച്ച് ഭൗമിക രാജ്യങ്ങളെ സ്വാധീനിക്കുന്ന ഒരു പൈശാചിക ജീവിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവം സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന സന്ദേശം നൽകുവാൻ ദൈവം തയ്യാറാണ്, മറുപടി നൽകാൻ ദൈവം തയ്യാറാണ്. എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതെ നാം പാർക്കുന്ന രാജ്യത്തിന്റെ പ്രഭു, അന്ധകാരത്തിന്റെ ശക്തി പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്നു എന്നുള്ള ഒരു ദിവ്യ സന്ദേശമാണ് ഈ ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതൊരു ആത്മീയ ബൈബിൾ വിശ്വസിക്കുന്നവര് ഇതൊരു ആത്മീയ മണ്ഡലമാണ്, ഇത് ആത്മീയ കൂട്ടായ്മയാണ്. ആത്മീയ ചിന്തയോടുകൂടെ വേണം ഈ തിരുവെഴുത്തുകളെ ഗ്രഹിക്കുക. ഓക്കെ, അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം പഠിക്കുന്ന ഇങ്ങനെയാണ്. രണ്ടാം സ്വർഗം എന്ന് പറയുന്നത് ഹല്ലേലൂയ, കോസ്മോസ് ഏരിയയിൽ, ബഹിരാകാശ ഏരിയയിൽ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രാദികളും ഉൾപ്പെട്ടിരിക്കുന്ന ആ മണ്ഡലത്തിൽ, ആ അന്തരീക്ഷത്തിൽ ഒരു വലിയ ആത്മീയ സൈന്യത്തിന്റെ ശക്തി ഉണ്ടെന്നും അപ്പോൾ തന്നെ പിശാചിന്റെ സൈന്യത്തിന്റെ ശക്തിയും ഉണ്ടെന്നുള്ള ഒരു ചിത്രം ഇവിടെ വ്യക്തമാക്കുകയാണ്. ഓക്കെ, അപ്പം ദാനിയേൽ 21 ദിവസവും ഉപവസിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ തനിക്കുള്ള മറുപടി 1-ാം ദിവസം തന്നെ ലഭിച്ചു എങ്കിലും പക്ഷെ ദാനിയേലിന്റെ കയ്യിൽ ആ മറുപടി ലഭിക്കാൻ ഇടയായില്ല. അതിനുള്ള മറുപടി ദൈവം കൊടുത്തു, പക്ഷേ
ആ പേർഷ്യൻ രാജ്യത്തിലെ പ്രഭു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കുറിച്ചല്ല, പേർഷ്യൻ രാജ്യത്തിലെ രാജാവിനെ കുറിച്ചല്ല പറയുന്നത്. ആ രാജ്യത്തിലെ ശക്തി അന്തരീക്ഷ മണ്ഡലത്തിൽ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാൻ കഴിയാതെ വണ്ണം തടഞ്ഞു നിർത്തിയിരിക്കുന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ അതിന്റെ നടുവിൽ ആത്മീയ ശക്തിയുടെ നേതാവായിരിക്കുന്ന പ്രധാന ദൂതന്മാരിൽ ഒരുവനായിരിക്കുന്ന മീഖായേൽ വെളിപ്പെടുകയാണ്. മീഖായേൽ പിശാചുമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ മറുപടിക്ക് തടസ്സമായി നിൽക്കുന്ന ദൂതനെതിരെ മത്സരിച്ച അനന്തരം കേൾക്കുക, ആ ദൈവിക സന്ദേശം ആരുടെ കൈകളിൽ എത്താനിടയായി? ദാനിയേലിന്റെ കൈകളിൽ എത്താനിടയായി. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ചിത്രമുണ്ട്. രണ്ടാം സ്വർഗത്തിൽ സംഭവിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അവിടെ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ നിലകൊള്ളുമ്പോൾ തന്നെ ആത്മീയ ശക്തികളുടെ ഒരു വലിയ സൈന്യം അവിടെ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ കുറച്ചുകൂടെ വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കാൻ ഇടയാവും. എഫേസ്യ ലേഖനം പുതിയ നിയമത്തിൽ പൗലോസ് തന്നെ അത് വ്യക്തമാക്കി തരുന്നുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വചനത്തിൽ സ്വർഗീയ മണ്ഡലങ്ങളിലെ തിന്മയുടെ ശക്തികളെ വ്യക്തമാക്കുന്നു. വാസ്തവത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ എന്റെ പ്രിയ സ്നേഹിതരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മൾ ശിശുക്കളെ പോലെ ആകുന്ന ഒരു അനുഭവം നമുക്കുണ്ട്. നമുക്ക് പല മേഖലകളും പല കാര്യങ്ങൾക്ക് വ്യക്തമായ അറിവില്ല. അതുകൊണ്ട് നമ്മൾ ശിശുക്കളെ പോലാണ്. അതുകൊണ്ടാണ് പത്രോസും പൗലോസും ഒക്കെ പറയുന്നത്, നിങ്ങൾ ശിശുക്കളിൽ നിന്ന് മാറി നിന്ന് യുവത്വത്തിലേക്ക് വരണം, പക്വതയിലേക്ക് വരണം, ദൈവിക പരിജ്ഞാനത്തിലേക്ക് വരണം. നിങ്ങൾ എന്നും ABCDയിൽ നിൽക്കാതെ അക്ഷരമാലകൾ പൂർണ്ണമായി പഠിച്ചിട്ട് വാക്കുകൾ ഉച്ചരിക്കുവാൻ, അത് ഫ്ലുവൻസിയോടെ സംസാരിക്കത്തക്ക നിലയിൽ, മാറത്തക്ക നിലയിൽ ആത്മീയ മണ്ഡലത്തിന്റെ ശിശു സ്ഥലങ്ങളിൽ നിന്ന് യുവത്വത്തിലേക്ക് കടന്നു വരണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പലരും ശിശുക്കളാണ്. അതുകൊണ്ട് ശിശുക്കളായ പ്രിയപ്പെട്ടവർക്ക് ആത്മീയ മർമ്മങ്ങളെ വ്യാഖ്യാനിച്ചു നൽകുമ്പോൾ, ആത്മീയ മർമ്മങ്ങളുടെ സത്യങ്ങളെ ഗ്രഹിപ്പിച്ചു നൽകുമ്പോൾ പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. പക്ഷെ അത് ദൈവം നിങ്ങൾക്ക് ബുദ്ധി തരുവാൻ, ജ്ഞാനം തരുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അതിനുള്ള കൃപ തരട്ടെ, പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് കടന്നു വരട്ടെ. ഇവിടെ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ 12-ാം വചനത്തിൽ സ്വർഗീയ മണ്ഡലങ്ങളിലെ തിന്മയുടെ ശക്തിയെ കുറിച്ച് വ്യക്തമായി പൗലോസ് പറയുകയാണ്. എഫേസ്യ വിശ്വാസികൾക്ക് പൗലോസ് നൽകുന്ന മുന്നറിയിപ്പ് ഒന്ന് വായിക്കണമേ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നമ്മൾ മാംസരക്തങ്ങളോടല്ല, സ്വർഗീയ തലങ്ങളിലെ ദുഷ്ടാത്മാ സേനകൾക്കെതിരെയാണ് നമ്മൾ പോരാടുന്നത്. എഫേസ്യർ 6:12 വ്യക്തമാക്കുന്നു. അപ്പൊ സ്വർഗീയ സ്ഥലങ്ങൾ എന്ന് പറയുന്ന എബ്രാനിയോസിസ് എന്ന് പറയുന്ന ആ ഒരു പദമാണ് ഉപയോഗിക്കുന്നത്. എബ്രാനിയോസ് എന്ന് പറയുന്ന ആ സ്വർഗീയ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന രണ്ട് വ്യക്തമായ കാര്യങ്ങളുണ്ട്. ഒന്ന് ദുഷ്ടാത്മാക്കളുടെ വ്യാപാരം, മറ്റൊന്ന് ആത്മശക്തിയുടെ ഒരു വ്യാപാരം. അതുകൊണ്ട് ഈ രണ്ടാം സ്വർഗീയ തലങ്ങളിൽ നമ്മൾ പോലും കാണാൻ കഴിയാത്ത അദൃശ്യമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾ, ആ ശക്തികൾക്കെതിരെ ഒരാത്മീകൻ യുദ്ധം ചെയ്യണമെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. വിശുദ്ധ കരങ്ങൾ ഒരിക്കൽ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തണം, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം തട്ടും, നമ്മുടെ ചിന്തകളെല്ലാം വൈകല്യങ്ങളെ കൊണ്ട് നിറയും, നമുക്ക് പിന്നെ ബോറിംഗ് ആകും. അതുകൊണ്ട് ദൈവവചനം അതിന്റെ മഹത്വത്തോടും ശക്തിയോടും ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പൗലോസ് എന്ന് പറയുന്ന ആ ദൈവത്തിന്റെ അഭിഷിക്തൻ പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ മാംസരക്തങ്ങളോടല്ല. മാംസരക്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളോടോ, സ്നേഹിതരോടോ, അയൽവാസികളോടോ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോടൊന്നും അല്ല നമ്മുടെ പോരാട്ടം. നമ്മുടെ മക്കളോടോ മാതാപിതാക്കളോടോ ഒന്നും അല്ല പോരാട്ടം. ഇവരെല്ലാം സാധാരണ മനുഷ്യരാണ്. എന്നാൽ ഈ സാധാരണ ദൈവസൃഷ്ടികളായി ഈ മനുഷ്യരിൽ വ്യാപരിക്കുന്ന ആത്മാവ്, പൈശാചിക ആത്മാവിന്റെ വ്യാപാരം വരുന്നത് കൊണ്ട് ആ പൈശാചിക ആത്മാവിനെതിരെയാണ് നമുക്ക് പോരാട്ടമെന്ന് ഇവിടെ വ്യക്തമാക്കിയാണ്. അപ്പോൾ തിന്മയുടെ ശക്തിയാകുന്ന, അന്ധകാരത്തിന്റെ സ്വഭാവമാകുന്ന, മ്ലേച്ഛമാകുന്ന, വൈകല്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന സ്വഭാവങ്ങൾ മനുഷ്യര് കാണാൻ കാരണം എന്താണെന്നറിയാമോ? അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ വളരെ വലുതാണ്.
അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ് പറയും, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. വചനം അറിയാവുന്നവർ എന്നോട് ചേർന്ന് പറഞ്ഞാൽ എന്താണ്? ആമേൻ, ഹല്ലേലൂയ. മാംസരക്തങ്ങളോടല്ല, സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ദുഷ്ടാത്മ സേനകൾക്കെതിരെയാണ് നമ്മൾ പോരാടുന്നത്. അതുകൊണ്ടാണ് അഭിഷിക്തന്മാരെ മുഴങ്കാലുകൾ മടക്കി 21 ദിവസവും 40 ദിവസവും ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ പിന്നിലത്തെ ചരിത്രം എന്താണെന്നറിയാമോ? അവർ ലോകത്തുള്ള സകല മനുഷ്യർക്ക് വിരോധമായിട്ടല്ല, മനുഷ്യർക്ക് ഉള്ളിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മ ശക്തിക്ക് വിരോധമായിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സ്നേഹിതർ, അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, അവർ സാധാരണ മനുഷ്യരാണ്. അവരാരും ഒന്നും ഹല്ലേലൂയ പാപം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ജനിച്ചവരല്ല. അവരെല്ലാവരും നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന തിന്മയുടെ വ്യാപാരങ്ങൾ, ദുഷ്ടചിന്തയുടെ വ്യാപാരങ്ങൾ, മ്ലേച്ഛതയുടെ വ്യാപാരങ്ങൾ, മോശമായ ജീവിത ശൈലികൾ വെളിപ്പെടാനുള്ള കാരണം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മശക്തിയുടെ ഒരു വലിയ വ്യാപാരമാണ് മനുഷ്യ ഹൃദയങ്ങളെ മൃഗീയമായ അവസ്ഥയിലേക്ക് മാറ്റുന്നത് എന്ന് ഈ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരൊറ്റ ഒരു കാര്യമേ ഉള്ളൂ, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ, എന്റെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മ ശക്തികൾ അല്ലെങ്കിൽ ദുഷ്ട സ്വഭാവങ്ങൾ അത് എന്നിൽ നിന്ന് നീക്കി ദൈവീക സ്വഭാവം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ഇടയിലേക്കാണ് ദൈവത്തിന്റെ സ്നേഹവും കരുതലും നടത്തിപ്പും വെളിപ്പെടുവാൻ ഇടയാകണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പറയും, നമ്മുടെ രാജ്യത്തിലെ മന്ത്രിമാർക്കെതിരെ, പ്രമുഖന്മാർക്കെതിരെ നമ്മളൊക്കെ സംസാരിച്ചു തുടങ്ങുന്നതിന്റെ കാര്യം എന്താ? അവരിലുള്ള ദുഷ്ട സ്വഭാവങ്ങൾ, അവരുടെ പ്രവൃത്തികൾ, അവരുടെ ന്യായമല്ലാത്ത രീതികൾ, നിലപാടുകൾ ഒരിക്കലും യോഗ്യമായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത്രമാത്രം വൈകല്യങ്ങളും വൈരുദ്ധ്യമായ പ്രതിഭാസങ്ങളും കാണുന്നത് കൊണ്ടാണ് മനുഷ്യർ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? രാഷ്ട്രീയ ശക്തികൾക്കെതിരെ, മതത്തിന്റെ ശക്തികൾക്കെതിരെ സംസാരിച്ചു തുടങ്ങുന്നത്. ഇന്ന് എവിടെയുണ്ട് സമാധാനം? രാജ്യങ്ങളിൽ സമാധാനമുണ്ടോ? കുടുംബങ്ങളിൽ സമാധാനമുണ്ടോ? നമ്മുടെ ദേശങ്ങളിൽ സമാധാനമുണ്ടോ? മനുഷ്യനെ തന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം മനുഷ്യനെ തന്നെ കാണാൻ ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം മനുഷ്യനിൽ അധിവസിക്കുന്ന പിശാചിന്റെ ശക്തികൾ വളരെ വലുതാണ്. സ്വന്തം മക്കളെ പോലും സ്നേഹിക്കാൻ പല മാതാപിതാക്കൾക്കും കഴിയുന്നില്ല. മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളെ പോലും സ്നേഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മക്കൾ മാതാപിതാക്കൾക്കെതിരെ ശത്രുത്വം പുലർത്തുന്നു, മാതാപിതാക്കൾ മക്കൾക്കെതിരെ ശത്രുത്വം പുലർത്തുന്നു, ജാതിയോട് ശത്രുത്വം പുലർത്തുന്നു, അയൽവാസികൾ തമ്മിൽ ശത്രുത്വം പുലർത്തുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തി ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. സ്വർഗീയ മണ്ഡലങ്ങളിൽ, സ്വർഗീയ മണ്ഡലങ്ങളിൽ സ്വർഗത്തിന്റെ 2ാം തലങ്ങളിൽ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും ഈ ലോകത്തിലെ അധികാരത്തോടും ലോകത്തിലെ ദുഷ്ടശക്തികളോടും സ്വർഗീയ സ്ഥലങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ നമുക്ക് പോരാട്ടമെന്ന് ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മോട് സംസാരിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എല്ലാവരും തിരിച്ചറിയണം, നമ്മളിൽ നല്ല സ്വഭാവം കാണേണ്ടതിന്, നമ്മുടെ സമൂഹത്തിൽ നല്ല സ്വഭാവം കാണേണ്ടതിന് നമുക്ക് ചെയ്തു വരാൻ കഴിയുന്ന ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് വിലയേറിയ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാൽ നമ്മുടെ സമൂഹത്തെ നന്നാക്കിയെടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയാൽ നമ്മുടെ രാജ്യം ഉണരുവാൻ ഇടയാകട്ടെ. പ്രാർത്ഥനയാൽ നല്ലൊരു ദിവസം കാണാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. 2ാം സ്വർഗത്തിൽ നിലനിൽക്കുന്ന ശക്തികൾ എന്ന് പറയുന്നത് അനുഗ്രഹത്തിന്റെയോ ശാപത്തിന്റെയോ ന്യായവിധിയുടെ ശക്തികളല്ല, മറിച്ച് 2 വൈരുദ്ധ്യമായ ശക്തികളാണ്. 1 ആത്മീയ ദൂതഗണത്തിന്റെ ശക്തി, 2 പൈശാചിക ദൂതഗണത്തിന്റെ ശക്തി. അതുകൊണ്ട് സ്വർഗത്തിലെ 3ാം സ്വർഗത്തിലെ ദൈവത്തിന്റെ വാസസ്ഥലത്ത് നിന്ന് ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കൊക്കെ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ രാജ്യത്തുണ്ടാകണമെങ്കിൽ, നമ്മുടെ സമൂഹത്തുണ്ടാകണമെങ്കിൽ നിശ്ചയമായും ഈ 2ാം സ്വർഗത്തിന്റെ തലത്തിൽ നിൽക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതൽ നടന്നാലേ സ്വർഗീയ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്നു പതിക്കുകയുള്ളൂ. അതുകൊണ്ട് തിരിച്ചറിയണം, ഭൂമിയിൽ പിശാച് ദൈവത്തിൽ നിന്നും നമ്മളെ അകറ്റുവാൻ പിശാച് സകല അനുഗ്രഹങ്ങളുമായിട്ട് കടന്നു വന്നിരിക്കുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന്റെ അനുഗ്രഹത്തെക്കാൾ പിശാചിന്റെ അനുഗ്രഹം ആവശ്യമാണ്. പിശാച് തലമുറയില്ലാത്തവർക്ക് തലമുറ നൽകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. പിശാച് സമ്പത്ത് തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ?
പിശാച് എല്ലാവിധമായ സൗകര്യങ്ങൾ തരുമെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുമോ? പിശാച് വലിയൊരു ഗ്രൂപ്പിനെ നമുക്ക് തരുമെന്ന് പറഞ്ഞാൽ ആനന്ദിക്കുവാനും ഉല്ലസിക്കുവാനും ആർഭാടത്തിനും ലോകപരമായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുമെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? യേശു കർത്താവിന്റെ സ്ത്രീവിധ പരീക്ഷകളിൽ 3 പ്രധാനപ്പെട്ട പരീക്ഷകളിൽ പിശാചു എന്ന് പറയുന്ന ഒരു പദം എത്ര ശ്രദ്ധേയമാണ്. യേശുവിനോട് നീ എന്റെ മുമ്പാകെ വണങ്ങി നമസ്കരിക്കുന്നുവെങ്കിൽ ഈ ഭൂമിയിലുള്ള സകലതും നിനക്ക് തരും. ഹല്ലേലൂയ. അപ്പോൾ ഈ ഭൂമിയിൽ അനുഗ്രഹങ്ങളെ തരാൻ കഴിവുണ്ട് എന്ന് ഇവിടെ വ്യക്തമാക്കിയാണ്. ആർക്ക്? പിശാചിന്. അതുകൊണ്ട് പലരും പറയാറുണ്ട്, എനിക്ക് തലമുറ കിട്ടി, ഞാൻ ഇത്ര വർഷം പ്രാർത്ഥിച്ചു. ആരോടാ പ്രാർത്ഥിച്ചെന്ന് ചോദിക്കുക. എനിക്ക് വഴി തുറന്നു, എനിക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിഞ്ഞു, എന്റെ ജീവിതത്തിൽ രോഗസൗഖ്യം നടന്നു, എന്റെ ജീവിതത്തിൽ വലിയ ഭൗതിക അനുഗ്രഹങ്ങൾ നടന്നു, എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. ഈ അനുഗ്രഹങ്ങളൊക്കെ ആര് തന്നെന്നും കൂടെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കണം. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു? അപ്പോൾ പിശാച് തരുന്ന അനുഗ്രഹങ്ങൾ ആരംഭത്തിൽ ഭയങ്കര സന്തോഷമാണെങ്കിലും അവസാനം അത് ദുഃഖത്തിലേക്ക് മാറുമെന്നതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ പല തലമുറകളും സമ്പത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ അവരുടെ ജീവിതത്തിൽ സ്വർഗീയ ദർശനമില്ല, സ്വർഗീയ അനുഗ്രഹങ്ങളില്ല, ദൈവത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുമില്ല. കാരണം അവരനുഭവിച്ചിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഭൂമിയിലെ അനുഗ്രഹമാണ്. അവർക്ക് ധാരാളമായ ബന്ധങ്ങളുണ്ട്, ധാരാളമായ സംഘടനകളുണ്ട്, ധാരാളമായ സമാജങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം അവർക്ക് വലിയ അനുഗ്രഹമാണ്. അവർ സഞ്ചരിക്കുന്ന രീതികൾ, പ്രവർത്തികൾ, ചിന്തകൾ, കാഴ്ചപ്പാടുകൾ അവരെ വലിയൊരു അനുഗ്രഹത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുകയാണ്. പക്ഷെ ഈ അനുഗ്രഹങ്ങളെല്ലാം എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി ഇവിടെ മുന്നോട്ട് വരികയാണ്. അപ്പൊ പിശാചിനോട് യേശു പറഞ്ഞത്, എന്നെ വിട്ടു പോകുവീ. നീ നമസ്കരിക്കേണ്ടത് സ്വർഗത്തെയും ഭൂലോകത്തെയും അധോലോകത്തെയും ഉണ്ടാക്കിയ ദൈവത്തെയാണ് നമസ്കരിക്കേണ്ടത്. അതുകൊണ്ട് ഭൂമിയിലുള്ള സകല അനുഗ്രഹങ്ങളും ദൈവികമാണെന്ന് പറയരുത്. ഭൂമിയിലുള്ള സകല അനുഗ്രഹങ്ങളും പിശാചിൻ്റെതാണെന്നും കൂടെ നാം ഗ്രഹിച്ചുകൊള്ളുക. കാരണം പിശാച് ആരംഭത്തിൽ സ്നേഹത്തോടെ, വളരെ പ്രോത്സാഹനത്തോടെ, ഉത്തേജനത്തോടെ, ശക്തിയോടെ തന്റെ പിശാചിന്റെ സന്തതികളാകട്ടെ തന്റെ ജനത്തിനിടയിലേക്ക് പ്രവർത്തിക്കും. അവർക്ക് ലക്ഷങ്ങളുടെ സംവിധാനങ്ങളിലേക്ക് അവർ മാറുകയാണ്. അവരുടെ വസ്ത്രത്തിന്റെ വില വളരെ വലുതാണ്. അവർ കഴിക്കുന്ന ആഹാരത്തിന്റെ മൂല്യം വളരെ വലുതാണ്. അവരുടെ ശരീര ഘടനകൾ പോലും വളരെ വലുതാണ്. അവരുടെ സ്വഭാവ ശൈലികളുടെ ജീവിത ശൈലികളൊക്കെ ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നതാണ്, ആരെയും ആകർഷിക്കുന്നതാണ്. അതുകൊണ്ട് വസ്ത്രം, ശരീരം, പണം, സമ്പത്ത് ഇതെല്ലാം ഒരു ആകർഷണ ശക്തിയായി മാറുന്നു. ഇതിന്റെ പിന്നിലുള്ള കരം ആരുടേതാണെന്നും കൂടെ ഒന്ന് ഗ്രഹിച്ചു കൊള്ളുക. അപ്പോൾ തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാ അനുഗ്രഹങ്ങളും ദൈവികമല്ല. അതുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ വചനം പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പിന്നെ ആരോടാണ്? വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്? വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ഇവിടെ തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും നശിച്ചു പോകരുത്. ആരിൽ വിശ്വസിക്കുന്നവൻ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും നശിച്ചു പോകരുത്. അതുകൊണ്ട് യേശു കർത്താവ് തന്റെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് ഊറ്റി തന്നതിന്റെ പിന്നിലെ ഘടകമെന്ന് പറയുന്ന സകല മനുഷ്യർക്കും സ്വാതന്ത്ര്യം ഉണ്ടാകണം. സകല മനുഷ്യർക്കും ദൈവത്തിന്റെ കാഴ്ചപ്പാടിലേക്കും ദർശനത്തിലേക്കും മടങ്ങി വരണം. അവർ നരകത്തിലേക്ക് പോകരുത്. നരകം എന്നുള്ള അതിശക്തവും ഘനമേറിയതും വിശാലതും ഒരിക്കലും മരിക്കാത്തതും നിലനിൽക്കുന്നതുമായ വിശാലമായ ഒരു യാത്രയാണ്. അവിടേക്ക് മനുഷ്യൻ പോകരുത്, മനുഷ്യന്റെ ആത്മാക്കൾ പോകരുത്. മനുഷ്യന്റെ ആത്മാക്കൾ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇവിടെ വിശുദ്ധി ആവശ്യമാണ്, വേർപാട് ആവശ്യമാണ്. ദൈവിക വചനത്തിൽ നിലനിൽക്കുന്ന ഒരു ആത്യന്തികമായ, ഒരു അടിസ്ഥാനപരമായ വളർച്ച നമ്മളിൽ ഉണ്ടാകണമെന്ന് വിശുദ്ധ വേദപുസ്തകം ശക്തവും വ്യക്തമായും നമ്മോട് സംസാരിക്കുന്നു. അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ, തിന്മയുടെ ശക്തികൾ,
അന്ധകാരത്തിന്റെ ശക്തികൾ ഏതാണെന്ന് ഗ്രഹിക്കാനുള്ള ഒരു ഗ്രഹണശക്തി, ആത്മീയ കാഴ്ചപ്പാട് എങ്ങനെ സമ്പാദിച്ചെടുക്കാം? വിശുദ്ധ വേദപുസ്തകം നമ്മോടത് പറയുന്നു. ദൈവത്താൽ ജനിച്ചവൻ ദൈവത്തിന്റെ മക്കൾ, ലോകത്താൽ ജനിച്ചവൻ ലോകത്തിന്റെ മക്കൾ. അവർ ലൗകികമായത് ഇച്ഛിക്കുന്നു. ലോക മനുഷ്യർ ലൗകികമായത് ഇച്ഛിക്കുന്നു, ലൗകികമായത് ആഗ്രഹിക്കുന്നു, ലൗകികമായതിനു വേണ്ടി അവർ സകല തന്ത്രങ്ങളും മെനയുന്നു. എന്നാൽ ഒരു ദൈവ പൈതൽ, അവൻ ദൈവത്താൽ ജനിക്കുന്നു, അവൻ ദൈവത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിക്കുന്നു, അവൻ ദൈവിക സ്വഭാവങ്ങൾ വെളിപ്പെടുത്താൻ അവൻ പ്രയത്നിക്കുന്നു, അവൻ സൗമ്യതയുടെയും താഴ്മയുടെയും വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും നീതിയുടെയും വിശുദ്ധിയുടെയും ധാർമ്മികത വെളിപ്പെടുത്തുവാൻ തയ്യാറാകുന്നു. അവൻ അവനെ തന്നെ സകലതും മറക്കുന്നു. അവന്റെ ജീവിതം ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിച്ച് യേശുക്രിസ്തുവിന്റെ താഴ്മയിലെയും വിനയത്തിലെയും ദീർഘക്ഷമയിലേക്കും സഹിഷ്ണുതയിലേക്കും അവൻ മാറുകയാണ്. അവൻ തിരിച്ചറിയുന്ന ഒരു വെളിപ്പാടുണ്ട്. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിന് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നുവെങ്കിൽ ആമേ ദൈവത്തിന് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി. കാരണം ഈ ലോകത്തിലെ പൗരത്വം ക്ഷണികമാണ്, ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങൾ ക്ഷണികമാണ്, ഈ ലോകത്തിലെ അറിവ് ക്ഷണികമാണ്, ഈ ലോകത്തിലെ ബന്ധങ്ങൾ അറ്റുപോകുന്നതാണ്. എന്നാൽ ഒരിക്കലും അറ്റുപോകാത്ത, ക്ഷണികമല്ലാത്ത, മങ്ങാത്ത, മയങ്ങാത്ത, നിലനിൽക്കുന്ന ശാശ്വതമായ, നിത്യമായ, അനന്തമായ ദൈവത്തിനോടുള്ള ജീവിതമാണ് എനിക്ക് ആവശ്യം. എന്റെ പൗരത്വം സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിലനിൽക്കും, വില കൊടുക്കും. എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല. എന്റെ ദൈവമാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും വേർപിടിപ്പാൻ കഴിയുന്ന ഈ ലോകത്തിലെ സകല ശക്തികളോടും ഞാൻ എതിർത്ത് നിൽക്കും. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യാൻ കഴിയും? അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്ന രോഗമാകട്ടെ, കഷ്ടതയാകട്ടെ, പട്ടിണിയാകട്ടെ, വേർപാടാകട്ടെ, നിന്ദകളാകട്ടെ, സകലതും നഷ്ടപ്പെടുന്ന അവസ്ഥയായിക്കോട്ടെ, പക്ഷേ ദൈവത്തിന്റെ സ്നേഹത്തെക്കാൾ വളരെ വലുതും ഒന്നുമില്ലെന്ന് പറയുന്ന ഒരു ആത്മീകനെയാണ് ഇന്ന് രാത്രി ദൈവം അന്വേഷിക്കുന്നത്. ഓക്കെ, വിശുദ്ധ കാര്യങ്ങൾ കൊടുത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. അവൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ലോകത്തിലെ എല്ലാ അനുഭവങ്ങളും തിരിച്ചറിയുക, അതിൽ നിന്നും നാം രക്ഷപ്പെടണമെന്ന വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ആത്മീയ കവചം ധരിക്കണം. പ്രാർത്ഥന എന്ന ആയുധം എടുത്തുകൊണ്ട്, വചനം എടുത്തുകൊണ്ട്, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും വിലാപത്തോടും നിരന്തരം ജീവിത വിശുദ്ധിക്ക് വേണ്ടി മുന്നോട്ട് പോകുക. മതത്തിന്റെ ശക്തിക്ക് അധീനപ്പെടരുത്. ഈ ലോകത്തിലെ സമ്പ്രദായങ്ങൾക്കും ശക്തികൾക്കും അധീനപ്പെടരുത്. സ്വാതന്ത്ര്യം ഈ ലോകം നമുക്ക് നൽകുന്നില്ലെങ്കിലും നിത്യമായ സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിനാൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. അതുകൊണ്ട് ലോകം തരുന്ന സ്വാതന്ത്ര്യത്തെക്കാൾ അപ്പുറത്ത് ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യം ഏറ്റെടുക്കുവാൻ എത്ര പേർ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യ വിഷയം. അതുകൊണ്ട് പ്രിയമുള്ള സ്നേഹിതരെ, ആത്മാവിൽ നമുക്കൊരു യുദ്ധമുണ്ട് എന്ന് തിരിച്ചറിയണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആത്മാവിൽ നമുക്കൊരു യുദ്ധമുണ്ട്. യുദ്ധം ആരോടാണ്? ഈ ലോകത്തിലെ മനുഷ്യരോടല്ല, നമ്മുടെ സ്നേഹിതരോടോ, അയൽവാസികളോടോ, ബന്ധുമിത്രാദികളോടോ, ചാർച്ചക്കാരോടോ ഒന്നുമല്ല. ആത്മാവിൽ ഒരു യുദ്ധം എന്ന് പറയുന്നത് അവൻ മനുഷ്യരിലേക്ക് വ്യാപരിക്കുന്ന ദുഷ്ട ശക്തിക്കെതിരെയാണ്, തിന്മയ്ക്കെതിരാണ്, പാപത്തിനെതിരാണ് നമ്മുടെ യുദ്ധം. സ്വർഗീയ മണ്ഡലങ്ങളിൽ വിരാജിക്കുന്ന പൈശാചിക ശക്തിക്കെതിരാണ് യുദ്ധം. ഈ യുദ്ധത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ യുദ്ധത്തിൽ നാം ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. ആരുടെ നാമത്തിലുള്ള പ്രാർത്ഥന? യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥന. ആരുടെ നാമത്തിലാണ് നാം ജീവിക്കേണ്ടത്? യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് നാം ജീവിക്കേണ്ടത്. നമ്മുടെ വിശുദ്ധി വളരെ പ്രാധാന്യമാണ്. നമ്മളിലുള്ള ദൈവിക സ്വഭാവം വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മളിലുള്ള ദിവ്യ മൂല്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മളിലുള്ള ആത്മീയ മൂല്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനു വേണ്ടി കഷ്ടപ്പെടണം, അധ്വാനിക്കണം, മെഹനത്ത് ചെയ്യണം. നാം നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കണം. നമ്മള് നിർവിചാരികളെ തീരരുത്, അലസന്മാരായി തീരരുത്, മടിയന്മാരായി തീരരുത്, ദുർനടപ്പിലേക്ക് നമ്മൾ പോകരുത്. ഈ ലോകം നമുക്ക് അനുകൂലമല്ല എന്നുള്ള തിരിച്ചറിവ് എല്ലാം ഇപ്പോഴും നമ്മളിൽ ഭരിക്കണം. വിശുദ്ധ കാര്യങ്ങൾ കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞാണ്. ഹലോ, എല്ലാവരും എന്റെ കൂടെ ഉറപ്പുണ്ടല്ലോ? ഓക്കെ, സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്: ഉയരത്തിലുള്ളത് ചിന്തിക്കാനുള്ള ഒരു വ്യഗ്രത നമുക്കുണ്ടാകണം. ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ, ഉയരത്തിലുള്ളത് സമ്പാദിപ്പിൻ, ഉയരത്തിൽ നാം മറയണം, ക്രിസ്തുവിൽ മറയണം, ക്രിസ്തുവിൽ ലയിച്ചു ചേരണം, ക്രിസ്തുവിന്റെ അനുഭവം ഉണ്ടാകണം, ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ വേരൂന്നി വളരണം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു വേദഭാഗം ഇങ്ങനെയാണ്:
സ്വർഗത്തിലെ യുദ്ധം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. സ്വർഗത്തിലെ യുദ്ധത്തിന്റെ ഒരു നാടകീയ ദർശനം ഇവിടെ യോഹന്നാൻ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. വചനം നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തിനെതിരെ യുദ്ധം ചെയ്തു. ഈ മഹാസർപ്പം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തകളാണ് വരുന്നത്. എന്താണ് ഈ മഹാസർപ്പം? ദൈവം സഹായിച്ചാൽ വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കാൻ ദൈവം നമുക്ക് അവസരം തരട്ടെ. എന്നാലും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിക്കും. ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം സ്വർഗമാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കൊള്ളുകണം, സ്വർഗത്തിലെ യുദ്ധം എന്ന് പറയുന്നത് ഈ രണ്ടാം സ്വർഗത്തിലാണ് നടക്കുന്നത്. മൂന്നാം സ്വർഗം ദൈവത്തിന്റെ വാസസ്ഥലമാണ്. അവിടെ യുദ്ധങ്ങളൊന്നും നടക്കത്തില്ല. അത് ദൈവത്തിന്റെ വാസസ്ഥലമാണ്. അവിടെ ദൈവദൂതന്മാരും ദൈവത്തിന്റെ പദ്ധതികളും സംവിധാനങ്ങളുമാണ്. അത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നുണ്ട്. എന്നാൽ ഈ രണ്ടാം സ്വർഗത്തിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. ആത്മീകമായ ഒരു യുദ്ധം, സ്വർഗത്തിലെ യുദ്ധം. ഈ യുദ്ധത്തിൽ എതിരാളികൾ ആരാണ്? മഹാസർപ്പത്തിന്റെ ശക്തികളാണ്, അവന്റെ ദൂതന്മാരാണ് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇവിടെ തിരുവെടുത്ത് പഠിക്കേണ്ട ഒരു സത്യം ഇതാണ്: സ്വർഗം മൊത്തത്തിൽ ഒരു യുദ്ധക്കളമായി മാറുന്ന ഒരു ചിത്രം വരികയാണ്. വെളിപ്പാട് പുസ്തകം നാം 12 പഠിക്കുമ്പോൾ അത് സഹസ്രാബ്ദം വാഴ്ചയ്ക്ക് ശേഷം സംഭവിക്കാൻ പോകുകയാണ് ആ വലിയ യുദ്ധം. പക്ഷെ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന ഈ രണ്ടാം സ്വർഗത്തിലെ ചിത്രമാണ്. ഈ രണ്ടാം സ്വർഗത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള ഒരു ചെറിയ ആമുഖം മാത്രം കാണിക്കുന്നത്. അതിന്റെ ഫൈനൽ യുദ്ധം അങ്ങ് സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം സംഭവിക്കും. അതൊക്കെ നമ്മൾക്ക് അതൊക്കെ ചിന്തിക്കാം. തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, കേൾക്കുക പ്രിയരെ. രണ്ടാം സ്വർഗത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ അണിനിരക്കുമ്പോൾ മറുവശത്ത് മഹാസർപ്പം എന്ന സാത്താനും അവന്റെ ദൂതന്മാരും എവിടെ അണിനിരക്കുകയാണ്? ഈ കോസ്മെറ്റിക് ഏരിയയിൽ അണിനിരക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും ഒന്നാം സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങളോ ശാപങ്ങളോ ന്യായവിധികളൊന്നും ഈ രണ്ടാം സ്വർഗത്തിലില്ല. ഇവിടെ മുഴുവൻ ദൂതന്മാരെ കൊണ്ട് അണിനിരക്കുക. മനുഷ്യർക്കാർക്ക് ഈ ദൂതന്മാരെ കാണാൻ കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ നമ്മൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, ഈ രണ്ടാം സ്വർഗത്തിൽ നിലകൊള്ളുന്ന ഈ രണ്ട് ശക്തികൾ, ആത്മീയ ശക്തികൾ, അതുപോലെ തന്നെ സാത്താന്റെ ശക്തികൾ, ഇവർ നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് എന്തിനു വേണ്ടിയുള്ള യുദ്ധമാണെന്ന് അറിയാമോ? ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ്. ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ്. അപ്പൊ അത്രമാത്രം വിലപിടിപ്പുണ്ട് ഓരോ മനുഷ്യനും എന്ന് തിരിച്ചറിഞ്ഞു കൊള്ളണം. കാരണം ദൈവത്തിന്റെ ശ്വാസം മനുഷ്യനിൽ നിലകൊള്ളുന്നിടത്തോളം കാലം ഭൂമിയിലെ ഓരോ വ്യക്തിയും വിലപ്പെട്ടതാണ്. അപ്പൊ ഈ ഓരോ വ്യക്തിക്കും വേണ്ടി രണ്ട് ശക്തികൾ മങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് മധ്യസ്ഥരെ അണയ്ക്കുന്നു. യേശു കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥരെ അണയ്ക്കുന്നു. എന്തിനാണെന്നറിയാമോ? നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന എന്നേക്കുമായി നിലനിൽക്കുന്ന ഒരു നരകമുണ്ട്, ന്യായവിധിയുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൂടെ രാത്രി എന്നില്ല പകൽ എന്നില്ല മകനെ മകളെ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ തെറ്റെന്ന് കാണുന്നത് ഇപ്പോഴും അത് തെറ്റാണെന്ന് അന്തരാത്മാവ് പറയുന്നതിന്റെ കാര്യം എന്തെന്നറിയാമോ? ഇവിടെ വാദിക്കുന്ന രണ്ട് ശക്തികളുണ്ട്. എങ്കിലും അറിഞ്ഞോ അറിയാതെയോ മനുഷ്യൻ ഇന്നും തെറ്റ് ചെയ്യുകയാണ്. കള്ളം പറയാൻ, മോഷ്ടിക്കാൻ, വ്യഭിചരിക്കുവാൻ, ദുർനടപ്പിലേക്ക് മാറുവാൻ, തെറ്റായ കാഴ്ചയിലേക്ക് മാറുവാൻ, തെറ്റായ ചിന്തയിലേക്ക് മാറുവാൻ മനുഷ്യന് ഒരു മടിയുമില്ല. മനുഷ്യനായി തന്നെ നിൽക്കാൻ ദൈവം കൊതിക്കുമ്പോൾ, മനുഷ്യനിൽ മനുഷ്യത്വം വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ, മനുഷ്യനിൽ ദൈവത്തിന്റെ കൃപ ധാരാളമായി വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ, അതിന് ഘടകമായി ഇവിടെ പിശാചിന്റെ ശക്തികൾ അണിനിരന്നുകൊണ്ട് ഓരോ ദിവസവും മനുഷ്യൻ പാപത്തിലേക്ക് മാറണം, മനുഷ്യൻ മൂർത്തിയിലേക്ക് മാറണം, മനുഷ്യൻ തിന്മയിലേക്ക് മാറണം,
മനുഷ്യൻ അധർമ്മത്തിലേക്ക് മാറണം. മനുഷ്യനിൽ സ്വസ്ഥത കൊടുക്കരുത്. സ്വസ്ഥത കൊടുക്കാതിരിക്കാൻ വേണ്ടി മനുഷ്യൻ വേണ്ടുന്ന എല്ലാ ഭൗമിക അനുഗ്രഹങ്ങളെ മുന്നമേ വാഗ്ദാനം ചെയ്തുകൊണ്ട് ആ വാഗ്ദാനത്തിൽ മതിമറിഞ്ഞു നിൽക്കുന്ന മനുഷ്യന്റെ നടുവിൽ അവസാനം അവന് ലഭിക്കുന്ന വലിയ നരകം ഇവിടെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് എത്ര വാസ്തവമായ കാര്യമാണ്. നരകം എന്ന് പറയുന്നതും ഇവിടെ തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആരംഭ പടി പൂർണ്ണമായ ഒരു നരകത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഇവിടെ തന്നെ നരകത്തിന്റെ ആരംഭവും നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ 2-3 വചനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. അബ്രഹാമിനോട് നീ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നീ ശപിക്കുന്നവർ ശപിക്കപ്പെടും എന്നൊക്കെ പറയുന്ന ആ ദൈവത്തിന്റെ ഉടമ്പടി ജനത്തിനോടുള്ള ബന്ധത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യനിൽ പോലും മറ്റുള്ളവരെ അനുഗ്രഹിക്കാനുള്ള ഒരു അധികാരമുണ്ടെന്ന് വ്യക്തമാക്കുന്നു. അതേപോലെ തന്നെ മനുഷ്യനിൽ പോലും മറ്റുള്ളവരെ ശപിക്കാനുള്ള അധികാരമുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. അപ്പൊ ഈ 2 ശക്തികളും മനുഷ്യനിൽ നിക്ഷിപ്തമാണ്, അനുഗ്രഹിക്കാനും അതുപോലെ തന്നെ ശപിക്കാനും. കണ്ണുകടിയുണ്ടോ, അസൂയുണ്ടോ, കുശുമ്പുണ്ടോ, ദുർനടപ്പുണ്ടോ, ഇതെല്ലാം ഒരു പ്രത്യേക അന്ധകാര ശക്തികളാണ്. അതൊക്കെ നമ്മൾ 4-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം. എന്താണ് പിശാചിന്റെ സ്വഭാവങ്ങൾ, എന്താണ് പിശാചിന്റെ ശക്തികൾ, പിശാച് ഇവിടെ ഉണ്ടോ, പിശാച് എന്ന് പറയുന്ന സംഭവം ഉണ്ടോ, ഭൂതമുണ്ടോ, ഭൂതത്തിന്റെ ശരീര രൂപഘടന എന്താണ്, ഭൂതത്തിന്റെ ഹല്ലേലൂയ ചിത്രം എങ്ങനെയാണ് എന്നൊക്കെ വ്യക്തമായി ബൈബിൾ പറയുന്നുണ്ട്. ബൈബിൾ ഒന്നും മറവായിട്ടില്ല, എല്ലാം അടുക്കിച്ചിട്ടോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു സംശയം ആർക്കും ഉണ്ടാക്കാത്ത നിലയിൽ ബൈബിൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊന്ന് മനസ്സ് വയ്ക്ക് പഠിക്കാൻ തയ്യാറായ എല്ലാ ഡൗട്ടിനും വ്യക്തമായ സൊല്യൂഷൻ, ക്ലാരിഫിക്കേഷൻ വചനം നൽകുന്നുണ്ട്. ഇന്ന് മനുഷ്യന് അവിടെയും ഇവിടെയുമുള്ള ചെറിയ അറിവ് വെച്ച് മനുഷ്യൻ നിരീശ്വരവാദികളായി മാറുന്നു. ദൈവമില്ല എന്ന് പറയുന്നു, ദൂതൻ ഇല്ല എന്ന് പറയുന്നു, ഭൂതമില്ല എന്ന് പറയുന്നു, പിശാചില്ല എന്ന് പറയുന്നു. ഹല്ലേലൂയ, യേശു ക്രിസ്തു ഇല്ല എന്ന് പോലും ആര് സമ്മതിക്കുന്നുണ്ട്? ഇന്ന് ലോകത്തുള്ള മനുഷ്യൻ സമ്മതിക്കുന്നുണ്ട്. ഇതൊക്കെ സാങ്കല്പ്യമാണ്, ഇതൊന്നും സത്യമല്ല, യാഥാർത്ഥ്യമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് തെറ്റ് ചെയ്യുന്നത് പോലും അവൻ നല്ല ഒരു നിലപാടായിട്ടാണ് കാണുന്നത്. ഈ എത്ര സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ ബലിയാക്കി മാറ്റി നല്ലതിനാണെന്നും പറഞ്ഞ് ഇന്നും കൂട്ടക്കുരി നടക്കുന്നു, ഇന്നും നരബലി നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്നും എത്രയോ പേര് തങ്ങളുടെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നു അനുഗ്രഹം കിട്ടാൻ വേണ്ടി. എത്രയോ പേര് തങ്ങളെ തന്നെ ഉപദ്രവിക്കുന്നു. എത്രയോ പേര് ഒരു ബോധവുമില്ലാതെ, ലക്ഷ്യവുമില്ലാതെ ആരൊക്കെ എന്തൊക്കെയോ പറയുന്നത് കേട്ട് എത്രയെത്ര മലകൾ സന്ദർശിക്കുന്നു, എത്രയെത്ര നേർച്ചകൾ, വഴിപാടുകൾ നടത്തുന്നു. എന്തിനു വേണ്ടിയാ? സ്വർഗത്തിൽ പോകാനാണോ? അല്ല, ഭൂമിയിലെ അനുഗ്രഹത്തിന് വേണ്ടി. അപ്പൊ മനുഷ്യൻ നിർജീവികളായി, ദ്രവ്യാഗ്രഹികളായി സമൂഹത്തിൽ ദോഷം തന്നെ ചെയ്യുന്നു. ആ ദോഷം അവന് ദോഷമായിട്ട് തോന്നുന്നില്ല. അവന്റെ വിചാരം ഞാൻ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയരെ, മനുഷ്യൻ മൂഢന്മാരായി മാറുന്നു. മനുഷ്യൻ മൃഗത്തിന്റെ സ്വഭാവമുള്ളവരായി മാറുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ എന്താണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് തിരുവെടുത്ത് പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, മാംസരക്തങ്ങളോടല്ല, പിന്നെയോ ഈ 2-ാം സ്വർഗത്തിന്റെ തലത്തിൽ വ്യാപരിക്കുന്ന തുത്താത്മസേനകളോടത്രേ. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? വിശുദ്ധ കാര്യങ്ങൾ സ്തുതിച്ചാൽ ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നാം പകൽ സമയമുള്ളിടത്തോളം കാലം മര്യാദയ്ക്ക് നടക്കണമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ വ്യക്തികളും ജീവിക്കാൻ. 3 നേരം 4 നേരം ശാപ്പാട് കഴിച്ച് കുറച്ചു നേരം ടിവിയും കണ്ട് കുറച്ച് എന്റർടൈൻമെന്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയെ കുറിച്ചാണ് തിരുവെടുത്ത് സംസാരിക്കുന്നത്. തിരുവെടുത്ത് ഓരോ മനുഷ്യനെ കുറിച്ചും വ്യക്തമായ ചിത്രം നൽകുന്നുണ്ട്. അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആത്മാവ് നഷ്ടമാകരുത്. ആത്മാവ് ട്രാൻസ്ഫർ ചെയ്യണം. എവിടേക്ക്? സ്വർഗത്തിലേക്ക്. ആ ആത്മാവ് എങ്ങനെയുള്ള ആത്മാവായിരിക്കണം? വിശുദ്ധിയുടെയും നിർമ്മലതയുടെയും നിഷ്കളങ്കതയുടെയും നീതിയുടെയും സത്യസന്ധതയുടെയും താഴ്മയുടെയും വിനയത്തിന്റെയും സൗമ്യതയുടെയും സമാധാനത്തിന്റെയും ആത്മാവായി ഈ മനുഷ്യാത്മാവ് രൂപപ്പെടണം. വിശുദ്ധ കാര്യങ്ങൾ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താൽ
അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചു വേണം ജീവിക്കാൻ. അത് പ്രസംഗിക്കുന്ന ഞാനായാലും കേൾക്കുന്ന നിങ്ങളായാലും ഈ ലോകത്തിലെ എക്സസൈസ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ച് ജീവിക്കണം. നമുക്ക് നമ്മുടേതാകുന്ന രീതി ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടേതാകുന്ന സ്വന്തം യുദ്ധത്തിൽ പോകാൻ കഴിയുകയില്ല. നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ പക്കലുള്ള സംവിധാനം തിരിച്ചറിയണം, അവന്റെ കാഴ്ചപ്പാട് തിരിച്ചറിയണം, അവന്റെ ഉദ്ദേശം തിരിച്ചറിയണം, അവനിലുള്ള ദൗത്യം എന്താണെന്ന് തിരിച്ചറിയണം. ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ദൗത്യത്തെയും അവന്റെ കാഴ്ചപ്പാടുകളെയും അവന്റെ സംവിധാനത്തെ തിരിച്ചറിയാതെ ഒരു മനുഷ്യൻ സ്വന്തം യുദ്ധത്തിന് പോയാൽ ദൈവം പിന്നെ എന്ത് ചെയ്യണം? നീക്കുപോക്കില്ലാതെ അവന് തൂക്കിയെടുത്ത് നരകത്തിലേക്ക് ഇടുകയല്ലാതെ എന്താ ചെയ്യേണ്ടത്? ഇന്നും മനുഷ്യൻ ദൈവമെന്ന് വിശ്വസിക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ പേര് കാഴ്ച കൂട്ടുന്ന കോപ്രായങ്ങൾ എത്ര വളരെ വലുതാണ്. മനുഷ്യൻ എവിടെ എത്തിയിരിക്കുന്നു? മനുഷ്യന്റെ സ്വഭാവം എവിടെ എത്തിയിരിക്കുന്നു? മനുഷ്യന്റെ സംവിധാനങ്ങൾ, മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ, അറിവുകൾ എവിടെ എത്തിയിരിക്കുന്നു? ഇതൊക്കെ നല്ലതിന് വേണ്ടിയാണോ? ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന എന്താണ്? ഒരു കുടുംബമുണ്ടായി, കുഞ്ഞുങ്ങളുണ്ടായി, അതുങ്ങളുടെ ഭാവി ഭദ്രത കണ്ടാക്കി അങ്ങനെ ഒരു ദിവസം മരണപ്പെട്ട് ഖബർസ്ഥാനിലേക്ക് പോകുന്ന ഒരു ജീവിത ചിത്രമാണോ ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് നൽകുന്നത്? നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രിയരെ. അതുകൊണ്ട് നമ്മളെന്ന് പറയുന്ന ഒരു സത്യം മായയാണെന്ന് സമ്മതിക്കുന്ന ഈ ലോകത്ത്, നമ്മളെന്ന് പറയുന്ന സത്യം ഹല്ലേലൂയ ഇല്ല എന്ന് പറയുന്ന ഒരു ലോകത്ത്, പ്രപഞ്ചം ഇല്ലെന്ന് പോലും ആൾക്കാർ വിധി എഴുതുന്നുണ്ട്. ദൈവമില്ല എന്നും പ്രപഞ്ചമില്ല എന്നും ഇതെല്ലാം മായയാണെന്നും ഇന്ന് കാണുന്ന അറിവുകളെല്ലാം മായയാണെന്ന് പറയുമ്പോൾ ഈ മായ എന്ന് പറയുന്നതിനപ്പുറത്ത് ശബ്ദത്തിന് ബന്ധനമില്ല എന്ന് തിരിച്ചറിയണം. ശബ്ദത്തിന് എന്തില്ല? ബന്ധനമില്ല. സത്യത്തിന് ബന്ധനമില്ല. ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് ബന്ധനമില്ല. ദൈവത്തിന്റെ നിലപാടുകൾക്ക് ബന്ധനമില്ല. പക്ഷെ ബന്ധനം ആർക്കാന്നറിയാമോ? മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ സകലത്തിനെ ബന്ധിക്കുന്നു, അറിവിനെ ബന്ധിക്കുന്നു, ദൈവത്തിന്റെ അറിവിനെ ബന്ധിക്കുന്നു, ദൈവത്തിന്റെ കാഴ്ചപ്പാടിനെ ബന്ധിക്കുന്നു, ദൈവിക സ്വഭാവങ്ങളെ ബന്ധിക്കുന്നു, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ബന്ധിക്കുന്നു. മനുഷ്യൻ ആവശ്യം അന്നെന്നുള്ള സ്വാർത്ഥതയാണ്, മനുഷ്യൻ ആവശ്യം അന്നെന്നുള്ള കാഴ്ചപ്പാടാണ്, മനുഷ്യൻ ആവശ്യം അന്നെന്നുള്ള നേട്ടമാണ്, മനുഷ്യൻ ആവശ്യം അന്നെന്നുള്ള വിജയമാണ്. ഈ അന്നെന്നുള്ള നേട്ടം, അന്നെന്നുള്ള കാഴ്ചപ്പാട്, അന്നെന്നുള്ള അറിവ്, അന്നെന്നുള്ള വിജയത്തിന് വേണ്ടി മനുഷ്യൻ എന്ത് കുതന്ത്രം ഉപയോഗിക്കും? അതിനിവിടെ രണ്ടാം സ്വർഗത്തിലെ ശക്തി തയ്യാറാണ്. രണ്ടാം സ്വർഗത്തിലെ ശക്തി, മഹാസർപ്പത്തിന്റെ ശക്തി, സാത്താന്റെ ശക്തി, ദൂതന്മാരുടെ ശക്തി. അതുകൊണ്ട് ആത്മാവിൽ പൗലോസ് വിളിച്ചു പറയുന്നു, പ്രിയരേ, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. എഫെസ്യ ലേഖനം 6-ാം അധ്യായം ഒന്ന് ശാന്തമായിട്ടൊന്ന് വായിച്ചു പഠിക്കണേ സമയം കിട്ടുമ്പോ. അവിടെ വ്യക്തമായ ഒരു ചിത്രമുണ്ട്. നമ്മള് അത് എല്ലാവർക്കും ഒന്നും മനസ്സിലാകത്തില്ല, പക്ഷെ ഒന്ന് വായിക്കണം. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും ഈ ലോകത്തിലെ അധിപതികളോടും അന്ധകാരത്തിൽ വ്യാപരിക്കുന്ന ദുത്താത്മ സേനയോടും എന്ന് പറഞ്ഞാൽ സ്വർഗമണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന ദുത്താത്മ സേനയോട് എങ്ങനെ നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയും? നമ്മുടെ കയ്യിൽ വടിയും വാളുകൊണ്ടോ? നമ്മുടെ കയ്യിൽ ഗണ്ണുണ്ടോ? എങ്ങനെയാ നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയുക? ദൈവത്തിന്റെ സന്നിധിയിൽ പിശാചിനെതിരെ യുദ്ധം ചെയ്യാനുള്ള ഏക ഒരു ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അത് വിശുദ്ധർ പ്രാർത്ഥിക്കണം, സത്യസന്ധതയുള്ളവർ പ്രാർത്ഥിക്കണം, നീതിയോടെ നടക്കുന്നവർ പ്രാർത്ഥിക്കണം, നന്മ ചെയ്യുന്നവർ പ്രാർത്ഥിക്കണം, ദൈവ കൽപ്പന അനുസരിക്കുന്നവർ പ്രാർത്ഥിക്കണം, ദൈവ കൃപയുള്ളവൻ പ്രാർത്ഥിക്കണം, ദൈവത്തിന്റെ കൽപ്പനയുള്ളവൻ പ്രാർത്ഥിക്കണം, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളവൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ സ്വർഗമണ്ഡലത്തിലെ അന്ധകാര ശക്തികൾ മാറിപ്പോകും. വിശുദ്ധ കാര്യങ്ങളോട് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ എന്റെ സമയം തീരാറായി. രണ്ടാം സ്വർഗം എന്ന് പറയുന്നത് തിരിച്ചറിയുക, രണ്ട് ശക്തികൾ നിലകൊള്ളുകയാണ്. ഒന്ന് ദൈവത്തിന്റെ ദൂതന്മാരുടെ ശക്തി, രണ്ട് പിശാചിന്റെ ദൂതന്മാരുടെ ശക്തി. അതുകൊണ്ട് ഈ പിശാചിന്റെ ദൂതന്മാരുടെ ശക്തിയിൽ നിന്ന് ഇന്നത്തെ മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ അവൻ ആവശ്യമായിരിക്കുന്ന ഒരു ഘടകം യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇന്ന് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്ന് മറ്റു പലതിനെയാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്.
ശരിയാണോ അല്ലയോ? ഇന്ന് രാജ്യത്തിന്റെ സംവിധാനം വെച്ച് പഠിക്കുമ്പോൾ, മതത്തിന്റെ സംവിധാനം വെച്ച് പഠിക്കുമ്പോൾ മനുഷ്യർ കണ്ടുപിടിക്കുന്ന സൂത്രങ്ങൾ വളരെ വലുതാണ്. ഈ സൂത്രങ്ങളെല്ലാം പണം സമ്പാദിക്കാനാണെന്നുള്ളത് എത്ര പേർ ഗ്രഹിക്കുന്നുണ്ട്? ഒരു സാധാരണ മനുഷ്യൻ ദൈവത്തോട് അടുക്കണമെങ്കിൽ ഈ ലോകത്തിലെ മതവും രാഷ്ട്രവും നൽകുന്ന സൂത്രത്തിൽ വിശ്വസിക്കണോ? ആ സൂത്രത്തിന്റെ പിറകെ പോയി ഒരു വിശ്വാസം നേടിയെടുത്ത് അനുഗ്രഹം സമ്പാദിക്കണമോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. യേശു ക്രിസ്തു പറയുന്നു, ഞാൻ രക്ഷകനാണ്, ഞാൻ മധ്യസ്ഥനാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, ഞാൻ നിങ്ങളെ സഹായിക്കും, ഞാൻ നിങ്ങളെ രക്ഷിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നന്നായി ആണയിട്ട് യേശു പറയുമ്പോൾ പിന്നെ യേശുവിനെ കൂടാതെയുള്ള ഒരു ജീവിതം എവിടെ? യേശുവിനെ കൂടാതെയുള്ള ഈ ജീവിത ശൈലി മൊത്തത്തിൽ നമ്മളിൽ നിന്ന് മാറ്റിയെടുക്കണം. നമ്മൾ സ്വതന്ത്രരാകണം. നമ്മൾ ദൈവത്തിലേക്ക് കടന്നു വരണം. ദൈവരാജ്യത്തിലേക്ക് കടന്നു വരണം. താഴ്മയുടെയും വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും സത്യസന്ധതയുടെയും സ്വഭാവത്തിലേക്ക് കടന്നു വരണം. ജീവിത വിശുദ്ധിയിലേക്ക് കടന്നു വരണം. അത് നമുക്ക് കഴിയും. ദൈവം നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് ബലം നൽകും. പരിശുദ്ധാത്മാവ് സദാസമയം നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നശിച്ചു പോകരുത്. ഇവിടെ വലിയ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തെ പറ്റി പഠിക്കുക. സ്വർഗം എന്ന് പറയുന്ന, രണ്ടാം സ്വർഗം എന്ന് പറയുന്ന ഒരു വിശ്രമത്തിന്റെയോ സന്തോഷത്തിന്റെയോ പ്രതിഫലത്തിന്റെയോ സ്ഥലമല്ല. അത് ദൂതന്മാരും ഭൂതങ്ങളും തമ്മിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. ഈ ദൂതന്മാരും ദൈവദൂതന്മാരും പിശാചിന്റെ ഭൂതങ്ങളും ഒക്കെ ദൂതന്മാരും ആർക്കു വേണ്ടിയാണ് ഈ യുദ്ധം ചെയ്യുന്നതെന്ന് അറിയാമോ? എനിക്കും നിങ്ങൾക്കും വേണ്ടിയാ. ഒരു കൂട്ടർ പറയുന്നു, ഇവനെ ഞാൻ എന്റെ വശത്താക്കും. വേറൊരു കൂട്ടർ പറയുന്നു, ഇവനെ ഞാൻ എന്റെ വശത്താക്കും. അങ്ങനെ ഭയങ്കര യുദ്ധം നടക്കുകയാണ്. അതുകൊണ്ട് പിശാചിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവീൻ. പിശാച് ഒരുക്കുന്ന സകല സംവിധാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവീൻ. പിശാച് കൊടുക്കുന്ന സകല പ്രവർത്തികൾ രക്ഷപ്പെടുവീൻ. പിശാചിന് ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ, യേശു ക്രിസ്തുവിനെ ഉപേക്ഷിക്കണം. യേശു ക്രിസ്തുവിനെ, അവന്റെ രാജ്യത്തിൽ നിന്ന് ജനം മാറി നിൽക്കണം. ഈ ലോകത്തുള്ള കല്ലിനെയും മണ്ണിനെയും സ്നേഹിക്കണം. ഈ ലോകത്തുള്ള ബിംബങ്ങളെ സ്നേഹിക്കണം. ഈ ലോകത്തുള്ള മൂർത്തികളെ സ്നേഹിക്കണം. ഈ ലോകത്തുള്ള വിഗ്രഹങ്ങളെ സ്നേഹിക്കണം. ഈ ലോകത്തിലുള്ള മനുഷ്യരെ കൂടുതൽ സ്നേഹിക്കണം എന്ന തിരുവെടുത്ത് പറയുന്നു. സ്വന്തം മാതാപിതാക്കളെക്കാൾ, കുടുംബ ബന്ധങ്ങളെക്കാൾ, സ്നേഹിതരെക്കാൾ, ഈ ലോകത്തിലെ സകല വസ്തുക്കളെക്കാൾ നീ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ് യേശു കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിട്ട് പത്രോസിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. പത്രോസ് പറയുന്നു, കർത്താവേ, സകലതും നീ അറിയുന്നു. ആര് പറയാ? പത്രോസ്. കാരണം 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നിട്ട് അവന് യേശുവിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിലും യേശുവിനോടൊപ്പം ജീവിക്കാൻ അവന് കഴിയുന്നില്ല. പലപ്പോഴും ശിഷ്യഗണങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്, കർത്താവേ, നിന്റെ വാക്ക് ഭയങ്കര കട്ടിയാണ്, നിന്റെ സംവിധാനവും ഭയങ്കര കടുപ്പമുള്ളതാണ്, നിന്റെ പ്രവർത്തികളും ഭയങ്കര കടുപ്പമുള്ളതാണ്, ഞങ്ങൾക്കത് സ്വീകരിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കും ഒരു കൂട്ടർ യേശു കർത്താവിനെ യേശു കർത്താവിന്റെ സ്വഭാവത്തിന്റെയും പ്രവർത്തികളെയും സംവിധാനങ്ങളെയും വിട്ടച്ച് അവർ ഓടാൻ ശ്രമിച്ചു. എങ്കിലും പത്രോസ് പറയുന്നു, കർത്താവെ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകണം? ഈ രാത്രി വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടുന്നൊരു ദൈവമാണ്, ദൈവത്തിന്റെ സംവിധാനമാണ്, ദൈവിക നീതിയാണ്, ദൈവിക പ്രവൃത്തിയാണ്. ദൈവം നമ്മളിൽ വസിക്കണം. അതിനുവേണ്ടി ഞാൻ എന്റെ ഹൃദയം തുറക്കുന്നെന്ന് പറയാൻ കഴിയണം. ദൈവമേ, സകലതും നീ അറിയുന്നു. എനിക്ക് ജീവിക്കുന്നെങ്കിൽ ഒരു നിമിഷമേ ഉള്ളെങ്കിലും അത് എനിക്ക് ദൈവത്തെ അറിഞ്ഞു വേണം ജീവിക്കാൻ. 2-ാം സ്വർഗത്തിലെ കാര്യങ്ങൾ മനസ്സിലായാലും ഞാൻ വേഗത്തിൽ നിർത്തട്ടെ. വിശ്രമത്തിന്റെയോ സന്തോഷത്തിന്റെയോ പ്രതിഫലത്തിന്റെയോ സ്ഥലമല്ല. 2 വമ്പൻ ശക്തികളുടെ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ദൈവത്തിന്റെ ദൂതന്മാർ, മറുവശത്ത് മഹാസർപ്പത്തിന്റെ സന്തതികൾ, ദൂതന്മാർ. ഇവരുടെ 2 പേരുടെ യുദ്ധം എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഭൂമിയിലുള്ള മനുഷ്യർക്ക് വേണ്ടിയാ. ഒരു കൂട്ടർ പറയുന്നു, യേശു ക്രിസ്തുവിനെ ഇവനെ അറിയരുത്, ദൈവത്തിലേക്ക് പ്രവേശിക്കരുത്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കരുത്. മറുകൂട്ടർ പറയുന്നു, ഇവൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, നരകത്തിലേക്ക് പോകണം, ഇവൻ ഈ ലോകത്തിലെ സൗഖ്യം മുഴുവൻ സൗഖ്യവും അനുഗ്രഹവും അനുഭവിക്കണം, ഇവൻ ഈ ലോകത്തിലും അവൻ കഷ്ടപ്പെടണം, നരകിക്കണം, എന്നേക്കുമായി കെടാത്തതും ചാകാത്തതുമായ നരകത്തിലേക്ക് മാറണം എന്ന് മറുവശത്ത് പിശാച് ശക്തികൾ വാദിക്കുന്നു. തിന്മയും നന്മയും ഇവിടെ ഉണ്ടോ പ്രിയരെ? ഇരുട്ടും വെളിച്ചവും ഇവിടെ ഉണ്ടോ പ്രിയരെ? അങ്ങനെയെങ്കിൽ തിരിച്ചു പറഞ്ഞുകൊള്ളുക,
രണ്ടാം സ്വർഗത്തിലും എന്തുണ്ട്? നീതിക്ക് വേണ്ടി അനീതിക്ക് വേണ്ടി വാദിക്കുന്ന രണ്ട് ശക്തികൾ എവിടെയുണ്ട്? രണ്ടാം സ്വർഗത്തിൽ. ഓക്കെ, ഈ വചനങ്ങളെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം സഹായിച്ചാൽ വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കാം. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്ന് കരകളൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു.